നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ ചർച്ച ഉണ്ടാകുന്നത് അൻവറുമായി ബന്ധപ്പെട്ടാണ്. അൻവർ ഒറ്റയ്ക്ക് വലിയ രീതിയിൽ വോട്ട് പിടിച്ചു എന്ന്. പക്ഷേ കേരള ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഇടക്കാലത്ത് ഒറ്റയ്ക്ക് നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചത് PC ജോർജാണ്. അത് 2016-ലാണ്. 2021 തെരഞ്ഞെടുപ്പിൽ SDP അടക്കമുള്ള പല ഈ മുസ്ലിം തീവ്ര ഗ്രൂപ്പുകളും പാലം വലിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഒരു 40,000-ലധികം വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു തവണ വിജയിക്കുന്നു, അടുത്ത തവണ 2ാം സ്ഥാനത്തേക്ക് വരുന്നു. PC ജോർജല്ലേ കേരള രാഷ്ട്രീയത്തിലെ താരം? PC ജോർജാണ് യഥാർത്ഥ വിജയി എന്ന് പറയുന്നതും അദ്ദേഹമാണ്. ഈ അൻവർ വോട്ട് പിടിച്ചു ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല, ശരിയാണ്. കാരണം നമ്മൾ തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞത് അൻവർ ഏറിയാൽ 2000 വോട്ട്, ഏത് സ്വതന്ത്രം നിന്നാലും കിട്ടുമല്ലോ 500-ഉം 1000-ത്തിനും ഇടയിൽ 2000 വോട്ട് വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ക്രമേണ അൻവർ അതങ്ങ് ഉയർത്തിക്കൊണ്ടുവന്നു. മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട്. ഞാൻ ഇന്നലെ അറിഞ്ഞത് ഈ അൻവർ മണ്ഡലത്തിൽ വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സഹായിയാണ്, പണമുള്ള ആളാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ സഹായം അഭ്യർത്ഥിച്ച് വന്നാൽ അവർക്കൊക്കെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ആളാണ് അൻവർ. അപ്പോൾ അവരുടെയൊക്കെ പാവം പിടിച്ച ആൾക്കാരുണ്ടെന്ന് നിലമ്പൂരൊക്കെ ധാരാളം പേരുണ്ട്. അല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥരോ ബിസിനസ്സുകാരോ ഒന്നുമല്ല, അവർക്കൊക്കെ നല്ല സഹായം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വോട്ടുകളൊക്കെ എന്തായാലും കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ളതും മക്കളെ പഠിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായവും ഉപജീവനത്തിന് വേണ്ടി പലർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള എന്താ, അൻവർ ഒരുപാട് കേസിൽ പ്രതിയാണ് അല്ലേ, അതുപോലെ തന്നെ സർക്കാർ ഭൂമി പിടിച്ചെടുത്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള രീതിയിൽ വലിയ വിജയമൊന്നുമില്ല, പരാജയം തന്നെയാണ്. അസംബ്ലിയിൽ വരാറില്ല. അസംബ്ലിയിൽ വരാത്ത എന്ന് പറഞ്ഞാൽ 2 പേരാണുള്ളത്, ഒന്ന് അൻവറും പിന്നൊന്ന് മുകേഷ് MLA അല്ലേ. മുകേഷ് ഷൂട്ടിങ്ങിന് പോകും, അൻവർ ഖനനത്തിന് പോകും ആഫ്രിക്കയിൽ. നിയമസഭ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അവിടെ കണ്ടു നിൽക്കുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നതാണ്. പിന്നെ ഒരു ചട്ടമ്പിയുടെ സ്വഭാവമായിരുന്നു അൻവർ കാണിച്ചുകൊണ്ടിരുന്നത്. അത്രയും ഇവിടുത്തെ ഇടയ്ക്ക് മാധ്യമങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കാനായിട്ട് ഇറക്കി വിട്ടില്ലേ, അതൊക്കെ ഇറക്കി വിട്ടതാരാ? പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും അൻവർ വോട്ട് നേടി, സമ്മതിക്കാം. പക്ഷേ നമ്മൾ കണക്ക് നോക്കുമ്പോൾ, അതായത് കേരള രാഷ്ട്രീയത്തിലെ മുൻകാല ചരിത്രങ്ങൾ നോക്കുമ്പോൾ ഇതുപോലെ സ്വതന്ത്രന്മാർ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം പത്തനംതിട്ടയിൽ KK നായർ MLA, അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ അംഗീകാരമാണ് കിട്ടിയത്. പിന്നെ പത്തനംതിട്ട ജില്ലയുടെ ഉപജ്ഞാതാവാണ് KK നായർ. അദ്ദേഹം പത്തനംതിട്ട ഈ കരുണാകരൻ മന്ത്രിസഭയെ ഒറ്റ വോട്ടിൻ്റെ ഒരു MLA കുറവുകൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ചു വന്ന ഇദ്ദേഹം പിന്താങ്ങാമെന്ന് പറഞ്ഞു. ഒറ്റ ഡിമാൻഡേ വെച്ചുള്ള അങ്ങോട്ട്, എനിക്ക് ജില്ല വേണം. അതിനു മുമ്പേ പത്തനംതിട്ടയിൽ പ്രക്ഷോഭമൊക്കെ ആയിരുന്നു ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള. ഒറ്റ കാര്യം ചോദിച്ചു, ഞങ്ങൾക്ക് ജില്ല വേണം, കൊടുക്കാമെന്ന് പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് ജില്ലയായി. അതാണ് കൊല്ലം ജില്ല വലിയ ജില്ലയായിരുന്നു. ജില്ലയുടെ കുറേ ഭാഗങ്ങൾ ഇങ്ങോട്ട് മാറ്റിയാണ് പത്തനംതിട്ട ജില്ല വന്നത്, മലയോര മേഖലയായിട്ടുള്ളത്. ആ KK നായരുടെ പ്രതിമ തന്നെ പത്തനംതിട്ട ടൗണിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയുടെ ഉപജ്ഞാതാവെന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കേ, PC ജോർജ്, അതിൽ മറ്റുള്ളവരുടെ പേര് സ്വതന്ത്രന്മാരായിട്ട് ജയിച്ചു വന്നവരുടെയൊക്കെ പട്ടിക നിരത്താൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണി തീർക്കാൻ കഴിയത്തില്ല. അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ആളാണ് PC ജോർജ്. 2016 PC ജോർജ് എല്ലാ മുന്നണികളിലും മാറിയൊക്കെ ഉണ്ടായിരുന്നു. PC ജോർജ് കേരള രാഷ്ട്രീയത്തിലെ ഒരു എല്ലാവർക്കും ഒരു രസകരമായിട്ടുള്ള ഒരാളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2016 വന്നിട്ട് LDF-ലും ഇല്ല, UDF-ലും ഇല്ല. ഇദ്ദേഹം നിന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ 2016 വിജയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ആരുടെയും പിന്തുണ ഇല്ലാതെ തന്നെ, അതായത് രാഷ്ട്രീയ പിന്തുണയൊന്നും ഇല്ലാതെ 20,000-ലധികം വോട്ടിനാണ് വിജയിച്ചത്. നല്ല ഭൂരിപക്ഷമല്ലേ അദ്ദേഹം നേടിയെടുത്തത്. അപ്പോൾ ഈ അദ്ദേഹത്തെ എന്തുകൊണ്ട് മറന്നു പോകുന്നു? മറ്റുള്ളവരുടെ പഴയ കാര്യങ്ങൾ മാറ്റി നിർത്തിയേരെ.
ഏറ്റവും കൺമുമ്പിൽ നിൽക്കുന്ന കാര്യമല്ല പി സി ജോർജ്. പി സി ജോർജിനെ മറന്നിട്ടാണ് ഇവിടെ അൻവറിനെ വാഴ്ത്തുന്നത്. അൻവർ ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മത്സരിക്കുന്നതാണ്. ഇവിടെ രണ്ട് മുന്നണികളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ്. അവിടെ അദ്ദേഹത്തിന് SDP മറ്റുള്ള വിഭാഗക്കാരുടെ ഒക്കെ പിന്തുണ കിട്ടിയിരുന്നു. എന്തുകൊണ്ടാണ് കിട്ടിയിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോഴും അവിടെയുള്ള SDPIക്കാരായാലും മറ്റ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ഒക്കെ പറയുന്നത് എന്താണ്, ഈ പൂഞ്ഞാറിനെ പൂഞ്ഞാറാക്കിയത് പി സി ജോർജാണ്. ഇവിടെ പോലീസ് സ്റ്റേഷൻ വന്നത്, ഇവിടെ ഇന്ന ഓഫീസ് വന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പി സി ജോർജ് ഈ പൂഞ്ഞാർ ടൗണിലൂടെ നടക്കുമ്പോൾ തന്നെ അവിടെ ഒന്ന് ഉണർത്തിക്കൊണ്ടാണ് നടക്കുന്നത്. പി സി ജോർജിന് എവിടെയും കയറി ചെല്ലാം, കടകളിലൊക്കെ ചെല്ലും, അവിടുന്ന് ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നില്ല എന്നല്ല അർത്ഥം. അവിടെ അദ്ദേഹത്തെ പിടിച്ച് ക്യാഷിലിരുത്തും, ക്യാഷ് കൗണ്ടറിൽ ഓണർ ഇറങ്ങി മാറി നിൽക്കും എന്നുള്ളതാണ്. അവിടെ ഇരുന്ന് അദ്ദേഹം സിഗരറ്റുമൊക്കെ വലിച്ച് ചായ കുടിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇവിടെയും ഒരു വലിയ സൗഹൃദമാണ്. ശബരിമല വിഷയം വന്നപ്പോഴാണ് അദ്ദേഹം ഇവരുടെ മണ്ഡലത്തിലുള്ള ഈ മുസ്ലിം സമുദായത്തിൻ്റെ SDPIയുടെയൊക്കെ പിന്തുണ നഷ്ടപ്പെട്ടത്. അദ്ദേഹം പിന്നീട് അവർക്ക് ശബരിമല, കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത് എരുമേലിയോടെ ചേർന്ന് നിൽക്കുന്നിടമാണ് ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം. അപ്പോൾ ഈ എരുമേലിയിലൊക്കെ അദ്ദേഹം പേട്ടതുള്ളൽ സമയത്തൊക്കെ അദ്ദേഹം വരും. അവിടെ വന്ന് ഈ കറുപ്പുമൊക്കെ ധരിച്ച് അവരോടൊപ്പം പേട്ട തുള്ളുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ ശബരിമല വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടെന്ന് പറയുന്നത് യുവതീ പ്രവേശം പിണറായിക്ക് എതിരായിട്ട് പിണറായി എടുത്ത്, അതോടൊപ്പം തന്നെ BJPക്ക് അനുകൂലമായി നിയമസഭയിലുള്ളിൽ ഉൾപ്പെടെ ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുള്ളതാണ്. ഇത് ഇവരെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. ആരെ? നമ്മുടെ SDPIക്കാരെ, ഇങ്ങനെയുള്ളവർ. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് 2021 തെരഞ്ഞെടുപ്പിൽ എന്നാലും അദ്ദേഹം വോട്ട് നേടിയുണ്ടായി. ഏതാണ്ട് അല്ലേ, രണ്ടാം സ്ഥാനത്തെത്തി. അത് ചിലരുടെ കാര്യമല്ലല്ലോ. അപ്പോൾ ഈ പി സി ജോർജിനെ മുഴുവൻ പേരും മറന്നു എന്നുള്ളതാണ്. പത്രങ്ങളെല്ലാം സകല മാധ്യമങ്ങളും കൊട്ടിഘോഷിക്കുന്നത് ഇപ്പോൾ അൻവറിൻ്റെ മഹത്വം എന്നും പറഞ്ഞാണ്. അൻവർ 19,000 വോട്ട് പിടിച്ചു. അതിനെയൊന്നും നമ്മൾ പിടിച്ചില്ല എന്ന് പറയുന്നില്ല, ആയിക്കൊള്ളട്ടെ. പക്ഷേ അതിനും കൂടുതലായിട്ട് വിജയിച്ച് നിയമസഭയിൽ എത്തിയ ആൾ നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടിയൊക്കെ രൂപീകരിച്ചു. പിന്നീട് അദ്ദേഹം BJPക്കാരനായി മാറുന്നു. ഇനിയിപ്പോൾ നോക്കിക്കോ, ഇദ്ദേഹത്തിൻ്റെ മകനായിരിക്കും ഇനിയിപ്പോൾ കൂടുതലായിട്ട് പിന്തുണ നേടാൻ പോകുന്നത്. ഈ ക്രൈസ്തവ സഭകളെ മുഴുവൻ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ പി സി ജോർജോ ഷോൺ ജോർജോ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ, പൂഞ്ഞാറിൽ മത്സരിച്ചു കഴിഞ്ഞാൽ തന്നെ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് വഖഫ് ഭേദഗതി ബില്ലിൽ കൃത്യമായ ഒരു ചിത്രമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന്, ക്രൈസ്തവരുടെ പിന്തുണ നേടുന്നതിനും ഈ ഷോൺ ജോർജിലൂടെ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും കാണേണ്ടതായ കാര്യം കാണാതെ പോയി എന്നുള്ളതാണ് ഇവർക്ക് പറ്റിയിട്ടുള്ള, മാധ്യമങ്ങൾക്ക് പറ്റിയ ഒരബദ്ധം. എന്തിനീ അൻവറിനെ കൊട്ടിഘോഷിക്കുന്നത്? അൻവർ ഇത്രയും വോട്ട് നേടിയിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെ. അതിൻ്റെ പേരിൽ ഇത്രയും കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനേക്കാൾ ജയിച്ചെത്തിയിരിക്കുന്ന ആളിനാണ് ഈ അവസരത്തിൽ പഴയ സ്റ്റോറി എടുത്ത് കണ്ടെത്തി കൊടുക്കേണ്ട കാര്യമായിരുന്നു. പി സി ജോർജ് എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക ഒരു ആളായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഇദ്ദേഹത്തിന് 2016 മണ്ഡലത്തിൽ കണ്ടിട്ടുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾ അപ്പോഴേ നമുക്കത് കാണുമ്പോഴേ അങ്ങ് നമ്മൾ വിധി എഴുതും. പി സി ജോർജ് ജയിച്ചിരിക്കുന്നു, പി സി ജോർജിൻ്റെ ഭൂരിപക്ഷം ഇത്രയാണെന്ന് നമുക്ക് പറയാൻ തന്നെ കഴിയുമെന്നുള്ളതാണ്. അത് പി സി ജോർജിൻ്റെ മാത്രമായിട്ടുള്ള കഴിവാണ്. അൻവറിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞറിഞ്ഞു, ഈ മണ്ഡലത്തിലൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള സഹായവും മറ്റു കാര്യങ്ങളുമൊക്കെ. പക്ഷേ അൻവറിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള കേസോ സർക്കാരിൻ്റെ ഭൂമി പിടിച്ചെടുക്കുകയോ, അദ്ദേഹത്തിൻ്റെ ഒരു പാർക്കുണ്ടല്ലോ അല്ലേ, അമ്യൂസ്മെന്റ് പാർക്ക് കോഴിക്കോട്, അതൊക്കെ സർക്കാരിൻ്റെ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് കേസും ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പി സി ജോർജിനില്ലല്ലോ. പി സി ജോർജിന് എന്തെങ്കിലും കേസുകൾ വന്നപ്പോൾ സംരക്ഷിച്ചത് ഈ പിണറായി ഉൾപ്പെടെയുള്ള സർക്കാരാണ്. ആണോ? അപ്പൊ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻവറിനെ ഇത് ഇത്രയും പൊക്കിക്കൊണ്ട് വരുന്നതെന്നുള്ളതാണ് നമുക്കറിയേണ്ട കാര്യം. അൻവറിനെ ചിലപ്പോൾ ഈ 20,000 വോട്ടിൻ്റെ ബലത്തിൽ UDFിലോട്ട് ചേർത്ത് നിർത്തുമായിരിക്കും. അല്ല, അൻവർ 2011 ഒരു തെരഞ്ഞെടുപ്പിൽ ഈ 40,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതെ,
അപ്പോൾ അല്ല, അതൊക്കെ പിന്നെ രാഷ്ട്രീയ പിന്തുണയാണല്ലോ ഉള്ളതോടുകൂടിയാണല്ലോ അദ്ദേഹത്തിന് കിട്ടുന്നത് തന്നെ. ഇപ്പോൾ ഇവിടെ പി സി ജോർജിൻ്റെ എന്ന് പറയുന്നത് അതിൽ നിന്ന് മാറി ഒരു പ്രത്യേകതയോടുകൂടി നിൽക്കുന്നതാണ്. അപ്പോൾ പി സി ആണ് യഥാർത്ഥ വിജയി എന്നുള്ളത് വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.